കിട്ടിയാൽ കിട്ടിയ അത്ര പറയാനുള്ളൂ. ഇനി അവിടെ പോയി താമസിക്കാൻ എന്തായാലും പറ്റൂല. തൊട്ടമ്പുറത്താണ് പുഴ. എനിക്ക് നോക്കുമ്പോൾ തന്നെ ഈ മയത്തിന്റെ എല്ലാം നമുക്കൊരു പേടി വരുമല്ലോ. നമ്മളൊറ്റയ്ക്കാണെങ്കിലൊക്കെ എവിടെയൊക്കെ പോയി ജീവിക്കാം. ഈ വേറെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടോ ഒക്കെ ഭയങ്കര പേടിയാ. ഹലോ, നമ്മൾ ഇന്നിപ്പോ ഈ വഴിക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് നമ്മളെ സുബൈദ തന്നെ. ഇവരാദ്യം ചൂരൽമല മുണ്ടക്കൈ ആ ഭാഗത്തായിരുന്നു, വില്ലേജ് റോഡിലല്ലേ, വില്ലേജ് റോഡിൽ ചൂരൽമല മുണ്ടക്കൈ എസ്റ്റേറ്റിൽ പണിയെടുത്തിരുന്നതാണ് കേട്ടോ സുബൈദാത്ത. അപ്പോൾ ഇപ്പം ഉരുൾപൊട്ടിയതുകൊണ്ട് അവർക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാനും പണിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു തൊഴിൽ തുടങ്ങിയതാണ്. ബിരിയാണി വിറ്റിട്ട് ആണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ ചൂരൽമല മുണ്ടക്കൈയിലേക്ക് പോകുന്ന മാപ്പിളത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒരു ഇങ്ങനെ ബിരിയാണി 100 രൂപയാണ് ബിരിയാണിക്ക്. എന്തൊക്കെ ബിരിയാണി നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ എല്ലാം ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കൊടുക്കും, ബീഫ്, പച്ചക്കറി വേണമെങ്കിൽ അത് കൊടുക്കും, എല്ലാം കൊടുക്കും. നിങ്ങൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാം. ഒരു ദിവസം എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കും? ഞങ്ങൾ കുറഞ്ഞൊരു 4 കിലോന് 5 കിലോനൊക്കെ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നതിന് ഞായറിന് ലക്ഷം കച്ചവടം കിട്ടും. ഈ റോട്ടിൽ പോകുന്നവരൊക്കെ മേടിക്കും. നിങ്ങൾ താമസം എവിടെയാണ്? താമസിക്കുന്ന മോള് ഇവിടെ, ഞാനും പാലവല്ല. പാലവല്ല. ഇത് മോള്? ചെറിയ മോള്. ചെറിയ മോള് ഇവിടെ വാടകയ്ക്ക് കോട്ടേഴ്സ്. നിങ്ങൾ എത്ര മക്കളാ? എനിക്ക് 4 ആള്, 3 പെണ്ണൊരാണോ. നിങ്ങൾ എല്ലാരും ചൂരൽമല ആവാത്തന്നെ? എല്ലാവരും ചൂരൽമല. ഇവരൊക്കെ പിന്നെ കെട്ടിച്ചു കൊടുത്തായിരുന്നു. നിങ്ങള് പിന്നെ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന്റെ ശേഷം ഇത് തുടങ്ങിയത്? ഞാൻ ഈ മലയിൽ പണിക്കോണ, പുത്തുമല മുണ്ടക്കൈ മലയില് ഏലത്തോട്ടത്തില്. അപ്പൊ അവിടെ മലയല്ല, അപ്പൊ കുട്ടികൾ ഇനി അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ചെയ്ത് നോക്കാ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. 3-4 മാസമായി ഉണ്ടാവില്ല? 3-4 മാസമായി. ഉരുൾപൊട്ടിട്ട് 6 മാസമായി. 6 മാസമായി. 2 മാസം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് ഇടയ്ക്കും തളക്കൊക്കെ. നിങ്ങൾ താമസം പാലവയലല്ലേ? മോള് മാത്രം ഇവിടെ. മോള് മാത്രം ഇവിടെ. മോക്ക് എത്ര കുട്ടികളാ? മോക്ക് 2 കുട്ടികൾ. ശനി ഞായറും മാത്രമാണ് കുറച്ച് കച്ചവടം. ഈ ഭാഗത്തേക്ക് പൊതുവെ നല്ല ആൾക്കാർ പോകുന്നുണ്ട്. ചില ദിവസങ്ങൾ ഉണ്ടാവില്ല. തിങ്കളാഴ്ച ചിലപ്പോൾ കുറച്ച് നല്ല ഉണ്ടാവില്ല, കുറവാ. ഇപ്പൊ ടൂറിസ്റ്റുകളും പൊതുവെ കുറവല്ലേ? ഇന്നലെ നല്ല ആളായിരുന്നു. ഇന്നലെ ഞാൻ ഉണ്ടായിട്ടില്ല, വീട്ടിൽ പോയി. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്തപ്പോ വേഗം തീർന്നു പോയി. നിങ്ങൾ ഒരു ദിവസം എത്ര കണക്കാക്കിയിട്ടുണ്ടാക്കുക? ഞങ്ങൾ ഇന്നൊക്കെ 2 കിലോ വെച്ചിട്ടുള്ളൂ. 2 കിലോ, ചിലപ്പോ 3 കിലോ, 2 കിലോ, നാളനുസരിച്ചിട്ട്. ബിരിയാണി മാത്രം? ബിരിയാണി മാത്രം. അതൊന്നും തുടങ്ങിയില്ല. എന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയട്ടെ, സെറ്റായി വരണം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല ഇതുവരെ? ഇല്ലല്ലേ? അപ്പൊ ആരെങ്കിലും എന്തേലും ഈ വീഡിയോ കണ്ടിട്ട് എന്തേലും ഇവരെ സഹായിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ഈ റോഡ് സൈഡിൽ നിന്നിട്ട് ചെയ്യണേക്കാളും നല്ലത് ഒരു ചെറിയ കടയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവർക്ക് ഈ വെയിലല്ലേ, വെയിലത്ത് നിന്നിട്ട് ചെയ്യുമ്പോ പിന്നെ ഒന്നാമത് സ്ത്രീകളുമാണ്. 2 ആൾ ഇതിന് മെനക്കെട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു അതിനനുസരിച്ചുള്ള സൗകര്യം ഉള്ളത് എന്തെങ്കിലും ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളെ ഫോൺ നമ്പറൊക്കെ അല്ലേ? കോണ്ടാക്ട് ചെയ്യുക. ഇവരെ സഹായിക്കാൻ പരമാവധി ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചവർക്ക് വലിയ ഉപകാരമായിരിക്കും. വെയിലത്ത് നിൽക്കല്ലേ പറഞ്ഞിട്ട് അവിടം വരെ പോയി തിരിച്ച് പിന്നെ വന്നിട്ട് അവർ പിന്നെയും മേടിക്കൂലേ? അപ്പൊ ഈ വഴിയിൽ പോണ ഈ ചൂരൽമല മുണ്ടക്കൈ പോണ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു പൊതി ചോറെങ്കിൽ 100 രൂപയേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ കൊടുക്കുന്ന അത്ര പോലും പൈസ വേണ്ട. അപ്പോൾ ഒരു പൊതിയെങ്കിലും വാങ്ങി ഇവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. നിങ്ങൾ എത്ര സമയത്താണ് ഉണ്ടാവുക ഇവിടെ? ഞങ്ങളൊരു 11:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വരും. 11:30 മുതൽ 11:30, ചിലപ്പോൾ 2:30 വരെ നിൽക്കും. 2:30 വരെ അല്ലേ? ചിലപ്പോൾ തീരുന്നേരം വരെ നിൽക്കും. തീരുന്നേരം വരെ. ചിലപ്പോൾ കുറച്ച് ബാക്കിയാവും, ചിലപ്പോൾ ഉള്ളും തീരും. അങ്ങനെയൊക്കെ ഓർഡറിനനുസരിച്ച് പുറത്ത് കൊടുക്കുന്നുണ്ട്. ആരും വന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച ഹോളിക്ക് വേണം പറഞ്ഞിട്ട് 10 രൂപയുടെ പരിപാടി രാത്രി. നിങ്ങൾ 2 ആളും തന്നെ ഉണ്ടാക്കുക? 2 ആൾ മോളും ഒരാളും കൂടി തന്നെ. 2ാമത്തെ മോളുണ്ട്. അവളൊന്ന് പനിയായിട്ട് വന്നിട്ടില്ല. അവളും ചെറിയ കുട്ടിയിലൊക്കെ വെച്ച് അവളും വരും. ഞങ്ങൾ 3 ആളും കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടിയുണ്ട്, 1 വയസ്സായ. അപ്പം അതിനെ കൊണ്ട് വരണ്ടായി തണുത്തിരി. ചെറിയൊരാളുണ്ട് അവിടെ ഇരിക്കുന്നത്. അത് ഇടക്കിടക്ക് ബിരിയാണിയോടോ. വീഡിയോ കാണുന്നവർ പരമാവധി വരെ
സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചൂരൽമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വീടിൻ്റെ എന്തെങ്കിലും വയ്ക്കണോ? വീടിന്റെ ഫസ്റ്റത്തെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ഇല്ല പറയാനായിട്ട്. ഫസ്റ്റത്തെ ലിസ്റ്റ് വന്നത് ഫുള്ള് ഫേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതാക്കിയില്ലേ? അതെ, കിട്ടിയ അത്ര പറയാനുള്ളൂ. ഇനിയിപ്പോ അവിടെ പോയി താമസിക്കാൻ എന്തായാലും പറ്റൂല. അപ്പൊ വീടിനൊക്കെ എന്താ ചെയ്യാങ്ങള്? ചിലപ്പോ കിട്ടുന്ന വിചാരിച്ചിരിക്കാണ്, ഉറപ്പൊന്നുമില്ല. പിന്നെ 2-3 വീടായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. ഒക്കെ മയ്യത്ത് പെറുക്കിയെടുത്ത സ്ഥലങ്ങളാ നമ്മളെ മുന്നിൽ. എത്ര ആള് കിട്ടാനുണ്ട്? തൊട്ടമ്പർത്താണ് പുഴ. എനിക്ക് നോക്കുമ്പോ തന്നെ ഈ മയ്യത്തിന്റെ എല്ലാം നമുക്കൊരു പേടി വരുമല്ലോ. എന്തായാലും ഇനിയിപ്പോ വീട് കിട്ടിയാലും കിട്ടിയില്ലല്ലോ, ഇപ്പൊ അങ്ങോട്ട് പോകാൻ എന്തായാലും വിചാരിച്ചിട്ടില്ല. എവിടെയെങ്കിലും കിടന്നാലും വേണ്ടിയില്ല, വാടകയ്ക്കടയിലൊക്കെ കിടക്കുക. വാടകയൊക്കെ എങ്ങനെയാണ്? വാടക ഇതുവരെ ഈ മാസം വരെ കയറിയിട്ടുണ്ട്. 6 മാസം പറഞ്ഞിക്കണേ, അതൊരു വർഷം? 6 മാസം തോന്നണം. ഈ മാസം കിട്ടി. അടുത്ത മാസത്തേക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. വഴി പഠിച്ചോ കാട്ടി. ഇത്രയായില്ല, ഇനി പഠിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ നാക്കി തരുമായിരിക്കും. നമ്മളൊറ്റയ്ക്കാണെങ്കിലൊക്കെ എവിടെയൊക്കെ പോയി ജീവിക്കാം. ഈ കുട്ടികളും മക്കളൊക്കെ ഉണ്ടോ ഒക്കെ ഭയങ്കര പേടിയാ. പകലേ വാതിൽ കുറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അകത്ത്. പിന്നെ അവരൊക്കെ നമ്മളൊറ്റയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കാം. മക്കളിട്ട് നമുക്ക് പറ്റൂലല്ലോ, ചെറിയ മക്കളല്ലേ. ഓക്കെ, ഇതുപോലെ റോഡ് സൈഡിൽ കൂടെ പോണവരാണ് ഇവരുടെ അടുത്ത് നിന്ന് അധികം വാങ്ങണം. പിന്നെ ഓർഡറിനനുസരിച്ചും കൊടുക്കുന്നുണ്ട് അവര്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് ഓർഡറിനൊക്കെ അങ്ങനെ 10 കിലോന്റെ ഒക്കെ മേലൊക്കെ ഒരു കൊടുക്കുന്നുണ്ടല്ലോ. ഫോൺ ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക പരമാവധി. വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണവരല്ലേ.